ഹലോ പ്ലേറ്റഡ് നൈറ്റിക്കും നോർമൽ നൈറ്റിക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സിമ്പിൾ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ പ്ലേറ്റഡ് നൈറ്റിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ നെക്ക് മെഷർമെൻറ്റ് പ്രകാരം മാർക്ക് ചെയ്തിട്ടുണ്ട്. തുണിയുടെ പുറകുവശത്താണ് നമ്മൾ നെക്ക് വരച്ചിരിക്കുന്നുണ്ടോ, ഇതാണ് നല്ല വശം വരുന്നത്. നമ്മൾ ചീത്ത വശത്താണ് നമ്മൾ നെക്ക് വരച്ചിരിക്കുന്നത്. തുണി ഒരു പിങ്ക് കളർ ആയതുകൊണ്ട് തന്നെ പിങ്ക് കളർ വരുന്ന ഒരു ഡിസൈനുള്ള തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ ജോയിൻറ്റ് വെച്ച് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് പീസ് കിട്ടുന്നെങ്കിൽ അതുപോലെ എടുക്കാം. അപ്പോൾ അതിന് മാച്ച് ആകുന്ന ഏതെങ്കിലും ഒരു തുണി എടുക്കാം. നമ്മൾ ഈ ഒരു നെക്കിൽ നിന്നൊരു 3 ഇഞ്ച് വൈഡ് ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു പീസ് രണ്ടായിട്ട് മടക്കി ഇതിനകത്ത് നമ്മൾ നെക്ക് വരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു എൻഡ് വശത്ത് 2.25 ഇഞ്ചും അടിവശത്തേക്ക് 3 ഇഞ്ചും വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് നെക്ക് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നെക്കിൻ്റെ ഡിസൈനും മാർക്ക് ചെയ്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് 2.25 ഇഞ്ചും താഴോട്ടേക്ക് വരുന്നതനുസരിച്ച് കൂടി ഈ ഒരു അടിവശത്തേക്ക് നമ്മൾ 3 ഇഞ്ച് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു തുണിക്കകത്ത് നല്ല വശത്തിന് മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത തുണി എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ തുണിയുടെ ബാക്ക് സൈഡിലാണ് നെക്ക് മാർക്ക് ചെയ്തിരിക്കുക. അവിടെ സെൻറ്റർ മാറിപ്പോകാതെ കറക്റ്റായിട്ട് ഇതേപോലെ ഈ ഒരു ഡിസൈൻ വെച്ച പീസ് എന്ത് ചെയ്യുക, നമ്മുടെ നല്ല വശത്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ടോപ്പ് സൈഡിലും അതേപോലെ തന്നെ ഇതിൻ്റെ റൗണ്ടായിട്ടും ഒന്ന് നമുക്കൊന്നായിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ടോപ്പിലും അതേപോലെ റൗണ്ടായിട്ട് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ എൻഡ് വശം ഇതുപോലെ കവർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ലേസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ലേസ് ഉപയോഗിക്കാവുന്നതാണ്, അതേപോലെ ഇഷ്ടമുള്ള ഡിസൈനിൽ ലേസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ലേസ് വെച്ച് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തുണിയുടെ എൻഡ് വശം അതിനകത്ത് കവർ ചെയ്ത് പോകും. ഇനി ലേസിൻ്റെ എൻഡ് വശം പൊങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ലേസിൻ്റെ ഈ ഒരു എൻഡ് വശം കണ്ടില്ലേ, ഈ ഒരു എൻഡ് വശത്ത് കൂടി നമുക്കൊരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തുണിയുടെ നെക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ നെക്കിൻ്റെ ബാക്ക് സൈഡിൽ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളെ മെയിൻ പീസും നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ട പീസും സെപ്പറേറ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നെക്ക് അടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നെക്ക് ഒന്ന് ക്രോസ് വെച്ച് അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് 2 ഇഞ്ച് വീതിയുള്ള ക്രോസ് ഇതേപോലെ കട്ട് ചെയ്ത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിൻ്റെ എൻഡ് വശം വന്ന ഭാഗം എന്ത് ചെയ്യും, നമുക്ക് നെക്കിൻ്റെ ഈ ബാക്ക് സൈഡിലായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ക്രോസിൻ്റെ എൻഡ് വശം നെക്കിൻ്റെ എൻഡിൽ വരുന്ന രീതിയിൽ വെച്ച ശേഷം ഒരു ചവിട്ട് വീതിക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. ഈ നേരെ ഫ്രണ്ടിലേക്ക് മറിക്കാൻ വേണ്ടത് തയ്യൽ തുമ്പ് നമ്മുടെ നൈറ്റി തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ക്രോസിനെ ചേർന്ന് നമ്മുടെ നൈറ്റി തുണിയുടെ മുകളിലൂടെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കണം. അത് നമ്മുടെ ക്രോസിൻ്റെ മുകളിലൂടെ അല്ല, നൈറ്റി തുണിയുടെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ക്രോസ് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ സ്റ്റിച്ച് കൊടുത്തുകൊണ്ട് തന്നെ നല്ല കറക്റ്റായിട്ട് മറിഞ്ഞ് കിട്ടും. അതിനുശേഷം നമ്മൾ ക്രോസിൻ്റെ എൻഡിലുള്ള ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു സെൻറ്ററിൽ നമുക്കൊരു ബോ കൂടെ കൊടുത്ത് ഡിസൈൻ അടിപൊളിയാക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, തീർച്ചയായിട്ടും കമൻറ്റ് കൂടെ ഒന്ന് അറിയിക്കണേ.